ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അഭിനന്ദ തിരുമേനി, വന്യ വൈദികരെ, ജോർജ് എബ്രഹാം, ഈ മന്ദിരത്തിൽ താമസിക്കുന്ന അന്തേവാസികളെ, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ക്രിസ്മസ് എല്ലാവരുടെയും മനസ്സിലും ഹൃദയത്തിലും ദേശത്തും എല്ലാം സന്തോഷം തരുന്നു. ദാരിദ്ര്യം അനുഭവിക്കുന്നൊരു സമൂഹം, കഷ്ടപ്പാട് അനുഭവിക്കുന്നൊരു സമൂഹം, നിരന്തരം യുദ്ധത്തിൻ്റെ മേഖലയിൽ താമസിക്കുന്ന അനേകരെ, നിത്യരോഗികളായ ആളുകൾ, പണത്തിന് വിഷമിക്കുന്ന ആളുകൾ, ഇങ്ങനെ അനേകരുടെ മധ്യത്തിലാണ് നാം എല്ലാവരും കൂടി വരുന്നത്. എന്നാൽ എല്ലാവർക്കും സന്തോഷമാണ്. എന്താണ് സന്തോഷത്തിന് കാരണം? സന്തോഷത്തിന് വലിയ കാരണം ദൈവം മനുഷ്യനായി ഭൂമിയിൽ ജനിച്ചു എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാണ് ദൈവം മനുഷ്യനായി തീർന്നത്? നല്ല മനുഷ്യനായി നമ്മൾ ജീവിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. മരിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിൽ ചെല്ലാൻ ദൈവം പഠിപ്പിച്ചാണ് എല്ലാം. ഇവിടെ തന്നെയാണ് സ്വർഗം തുടങ്ങുന്നത്. ഇതിൻ്റെ പൂർത്തീകരണമാണ് പിന്നീട് നന്നായി, സമാധാനപരമായി, സന്തോഷമായി, സ്നേഹത്തിൽ ജീവിക്കാൻ ദൈവം നമ്മെ പഠിപ്പിച്ചു. എന്നാൽ പലപ്പോഴും നമ്മൾ ഇതെല്ലാം നഷ്ടപ്പെടുത്തി കളയുന്നു. അരിഷ്ട മനുഷ്യരായി നാം ജീവിക്കുന്നു. ശത്രുത, ദുഷ്ടത എല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. ഇതിനെല്ലാം മാറ്റാൻ തമ്പുരാൻ്റെ കാരുണ്യം ആവശ്യമാണ്. വാസ്തവത്തിൽ ക്രിസ്മസ് ഒരു പാവപ്പെട്ടവൻ്റെ പെരുന്നാളാണ്. നിങ്ങൾക്ക് അടയാളമോ? കീറ്റുശീല, പഴന്തുണി പൊതിഞ്ഞ ഒരു ശിശു. എന്നും എപ്പോഴും ഇത് ക്രിസ്മസിൻ്റെ സന്ദേശമാണ്. ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, കഷ്ടപ്പെടുന്നവൻ്റെ അടയാളമാണ് ഈ ക്രിസ്മസ്. നിസ്സഹായരുടെ പെരുന്നാളാണ് ക്രിസ്മസ്. നിസ്സഹായരെക്കുറിച്ചുള്ള എൻ്റെ മനസ്സിലൊരു ചിന്ത, നന്നായി കൂട് കെട്ടുന്ന കുരുവികൾ, എത്ര ഭംഗിയായിട്ടാണ് ഈ കുരുവികൾ കൂടുണ്ടാക്കുന്നത്. നിലത്ത് കാലം ഉറപ്പിക്കാൻ പറ്റാതെ പോലെ രണ്ട് കൊച്ചു ചിറകുകൊണ്ട് പറന്ന് ചുണ്ടുകൊണ്ട് കുത്തി വലിച്ച് മനോഹരമായൊരു കൂടുണ്ടാക്കുന്നു. നിസ്സഹായരെല്ലാം പ്രതീകമാണ് ഈ കുരുവികൾ. നമുക്കിതുപോലെ ദൈവം തന്ന നല്ല താലന്തുകൾ ധാരാളമുണ്ട്. എല്ലാം നഷ്ടപ്പെടുത്തി കളയുന്നു. ആയുസ്സ് നഷ്ടപ്പെടുത്തി കളയുന്ന അനേക യൗവനക്കാരുണ്ട്. ജീവിതം ദൈവത്തിൻ്റെ സമ്മാനമാണ്. നന്നായി ജീവിക്കണം. ഇവിടെ താമസിക്കുന്ന അന്തേവാസികളെ നിങ്ങൾ കണ്ടില്ലേ? അവർക്ക് പല രീതിയിൽ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ അവരെല്ലാം ഇവരെ ഒന്നിച്ച് ഒരു കുടുംബം പോലെ ഇവിടെ വളരുന്നു. നമുക്കിവരെ കൂടുതൽ സ്നേഹിക്കാനും കരുതാനും കഴിയണം. എന്തിനാണ് ഇവരെ സ്നേഹിക്കുന്നതെന്ന് ചോദിച്ചാൽ, ദൈവം ഇതുപോലെയാണ് നമ്മളെ സ്നേഹിച്ചത്. അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം കൃപ, സ്നേഹം ചൊരിഞ്ഞു തന്ന് അനുഗ്രഹിച്ചു. നമുക്ക് ഈ അന്തേവാസികളെ സ്നേഹിക്കാം, ദൈവത്തിന് വേണ്ടി സ്നേഹിക്കാം. തമ്പുരാൻ്റെ കാരുണ്യം ഇവരോട് കൂടി ഇരിക്കുന്നതിന് ഈ സ്ഥാപനം നിലനിൽക്കുന്നതിന് സാധിക്കണം. നമുക്കൊക്കെ ദൈവം തന്ന അനുഗ്രഹീതമായ താലന്തുകൾ പങ്കുവെച്ച് സ്നേഹം പങ്കിടാൻ തക്കവണ്ണം ഈ സ്ഥാപനം മുഖാന്തരമാകും. ഇത് ഈ ദേശത്തിൻ്റെ അനുഗ്രഹമാണ്. ഈ സ്ഥാപനം ഈ വിളക്ക് പോലെ തന്നെ ഇവിടുത്തെ അന്തേവാസികളും ജ്വലിക്കുന്നതിനും പ്രകാശിക്കുന്നതിനും ഒരു ഇറ്റ് വെള്ളം അവരുടെ വായിൽ ഒഴിച്ചു കൊടുത്ത് സന്തോഷം അനുഭവിക്കാൻ കഴിയണം. മദർ തെരേസയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അമ്മയോട് ആളുകൾ ചോദിച്ചു, കിട്ടിയതിലേക്ക് ഏറ്റവും വലിയ സമ്മാനം എന്താണ്? അപ്പോൾ അമ്മ പറഞ്ഞു, മരിക്കാൻ തുടങ്ങുന്നതിൻ്റെ വായിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അവർ ചിരിക്കും. ആ ചിരിയാണ് ഏറ്റവും വലിയ സന്തോഷം. നമുക്കിതുപോലെ നിസ്സഹായ അവസ്ഥയിൽ കഴിയുന്ന ഒരാളെയെങ്കിലും ഈ ക്രിസ്മസ് കാലയളവിൽ സന്തോഷിപ്പിക്കാനും ചിരിപ്പിക്കാനും കഴിഞ്ഞെങ്കിൽ ദൈവസ്നേഹം പകരാൻ ഇടയാകും. അതിന് കഴിയണം. ഈ സ്ഥാപനം അതിന് മുഖാന്തരമാവട്ടെ. ഈ ദേശത്തിന് അലങ്കാരമാണ് ഈ സ്ഥാപനം. എല്ലാ നിസ്സഹായരുടെയും പ്രതീക്ഷയാണ് ഈ ഭവനം. അതുകൊണ്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ട ലോകത്തിന് പ്രതീക്ഷ കൊടുപ്പാൻ, സ്നേഹിക്കാൻ ആളില്ലാത്തവർക്ക് സ്നേഹം പങ്കിട്ട് കൊടുപ്പാൻ. എന്തെന്നാൽ ദൈവം സ്നേഹമാണ്. സ്നേഹം എവിടെ പങ്കിട്ട് കൊടുക്കുന്നോ അവിടെയെല്ലാം ദൈവം ഉണ്ടാവും. ദൈവാനുഗ്രഹം ഈ സ്ഥാപനത്തോടുകൂടെ ഉണ്ടാവട്ടെ. നിങ്ങളെല്ലാം വന്നതിലുള്ള സന്തോഷം. നിങ്ങളുടെ സ്നേഹം കൊണ്ട് പൊറുതി മുട്ടണം ഈ ഇവിടെ താമസിക്കുന്ന അന്തേവാസികൾ. ഇവർക്ക് നമുക്ക് കൂടുതൽ സ്നേഹം കൊടുക്കാം. ഇവിടെ വന്ന എല്ലാവരെയും തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് തിരുമേനിയോട് ചേർന്ന് നമുക്ക് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ, വന്യ വൈദികരോട് ചേർന്ന് ഈ ശുശ്രൂഷ പൂർത്തിയാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നു. എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു. നിങ്ങളുടെ എല്ലാ ഹൃദയങ്ങളിൽ ദൈവം സമാധാനവും സന്തോഷവും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മ കൊണ്ടും ദൈവം നിറയ്ക്കട്ടെ. താങ്ക് യു.